ഉണ്ണി, പക്ഷെ നമ്മള് മാഡത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പെട്ടെന്ന് വാ വാ വാ. ആരാ നിങ്ങള്? ക്യൂല് വന്നേ. മാഡത്തിന്റെ ജീവൻ ആപത്തില്ല സാർ. ഉടനെ മാഡത്തെ രക്ഷിച്ചേ പറ്റൂ. അതിനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ക്യൂവിൽ പോയി നിൽക്കൂ. അയ്യോ, അതല്ല സാർ. മാഡത്തിന്റെ കയ്യിലുള്ള ബൊക്കയില് ബോംബുണ്ട്. ബോംബോ? അതെ സാർ, ബൊക്കയില് ബോംബുണ്ട് സാർ. സൂക്ഷിച്ചമ്മേ. എന്താ മോളെ, എന്തിനാ ആ ബൊക്കെ എടുത്തോണ്ട് പോകുന്നത്? ഇതില് ബോംബുണ്ട് മാഡം. മാഡം ഇവിടെ തന്നെ ഇരിക്കുക. എല്ലാരും ഇവിടുന്ന് വേഗം ഒന്ന് മാറാൻ നോക്ക്. ഈ ബൊക്കയ്ക്കുള്ളിൽ ഒരു ബോംബുണ്ട്. ചേച്ചി, ചേച്ചി, ദാ, പെട്ടെന്ന് കാറെടുക്കടാ, ആശുപത്രി കൊണ്ടുപോകണം. ടെൻഷൻ കാരണം BP കൂടിയതായിരിക്കും ഉണ്ണി. പക്ഷെ സാരമില്ല, ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലേ. ആ മാഡത്തിനോട് ജോലി ചോദിക്കണമെന്ന് വിചാരിച്ചതല്ലേ? ആ ചാൻസ് മിസ്സായല്ലോ അമ്മേ. അതൊന്നും സാരമില്ല ഉണ്ണി. ആ മാഡത്തിന്റെ ജീവൻ നിലനിർത്തുന്നതാ പ്രധാനം. ശരി, വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നന്ദിയുണ്ട്. ചേച്ചിയെ രക്ഷപ്പെടുത്തണം. എന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കൂ. ആദ്യം എന്താ ഉണ്ടായതെന്ന് പറയൂ. ഇന്ന് എന്റെ ചേച്ചിയുടെ പിറന്നാളായിരുന്നു. എന്റെ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് അത് ആഘോഷിക്കുകയായിരുന്നു. ഏതോ ഒരു ദ്രോഹി അവിടെ ബോംബ് വെച്ചു.
എന്റെ ചേച്ചി ബോധം കെട്ട് നിലത്ത് വീണു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എത്ര പണം ചെലവാക്കിയാലും വേണ്ടില്ല, എന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കണം. ഞങ്ങളുടെ വീട്ടിന്റെ ഐശ്വര്യത്തെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഈ ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം അനാഥരായി പോകും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ബോയ്സ്, അകത്തേക്ക് കൊണ്ടുപോകൂ. പാപികൾക്ക് മരണമില്ലെന്ന് പറയാറുണ്ട്. ചേച്ചി പുണ്യം ചെയ്തവളല്ലേ, പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു ചേച്ചി? നല്ലവരെല്ലാം പെട്ടെന്ന് മേലോട്ട് പോകുമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചിക്ക് മാത്രം എന്താ മരണമില്ലാത്തത്? കഷ്ടപ്പെട്ടാണ് ഞാൻ ബോംബ് ബ്ലാസ്റ്റ് എല്ലാം പ്ലാൻ ചെയ്തത്. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ചേച്ചി അവിടെ കിടന്ന് ചത്തിരുന്നെങ്കിൽ ഇതിനു മുമ്പ് സ്വത്ത് മുഴുവൻ എന്റെ പേരിലായേനെ. ഇനിയും എത്ര നാൾ ഞാൻ ചേച്ചിയുടെ ആശ്രിതനായി കഴിയണം? ഇനിയും എത്ര കാലം ചേച്ചിയുടെ ചെരുപ്പായി എനിക്ക് കഴിയേണ്ടി വരും? ഇനിയും എത്ര കാലം ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും? എന്താ? നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. മാഡത്തെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് ഞങ്ങൾ ഉറപ്പായി അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. ആട്ടും തോലിട്ട ചെന്നായാണടാ ഞാൻ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? പ്ലീസ് സാർ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. ആ ദ്രോഹിയെ തൂക്കിലേറ്റണം. അവന് ജീവിക്കാൻ അർഹതയില്ല. ഉറപ്പായും കണ്ടുപിടിച്ചിരിക്കും. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി 2 ഓഫീസേഴ്സിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവരെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ആ ആ എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ലടാ. ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ ചേച്ചിയെ കൊന്നിരിക്കും. സ്വത്ത് മുഴുവൻ ഞാൻ സ്വന്തമാക്കും. എക്സ്ക്യൂസ് മീ. പറയൂ ഡോക്ടർ. എന്റെ ചേച്ചിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറയേ. ദേവി, ഇത് എന്റെ ചേച്ചിയുടെ ജീവൻ ആപത്താണെന്ന് മാത്രം പറയരുത്. എന്റെ ഹൃദയം പൊട്ടിപ്പോകും. ഐ ആം സോറി. നിങ്ങൾ ഈ കാര്യം അറിഞ്ഞേ മതിയാകൂ. അപ്പോ എന്റെ ചേച്ചി രക്ഷപ്പെടില്ലെന്ന് പറയാൻ പോവുകയാണോ ഡോക്ടർ? വേണ്ട ഡോക്ടർ, അത് കേൾക്കാനുള്ള ശക്തി എന്റെ ഈ കാതുകൾക്കില്ല. വേണമെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ തന്ന് എന്നെ അങ്ങ് കൊന്നേക്കൂ. പക്ഷേ എന്റെ ചേച്ചി മരിച്ചു പോകുമെന്ന് മാത്രം പറയരുത് ഡോക്ടർ. ഇപ്പോഴാണെങ്കിൽ അവരുടെ ജീവൻ ആപത്തൊന്നുമില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജീവൻ ആപത്തില്ലെന്നോ? ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓൾറെഡി അവരുടെ 2 കിഡ്നിയും ഡാമേജ് ആയിരിക്കുക. ഒരുപാട് നാൾ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. കഴിയുന്നതും വേഗം ഡോണറെ കണ്ടെത്തണം. അപ്പോ കിഡ്നി മാറ്റിവെച്ചില്ലെങ്കിൽ എന്റെ ചേച്ചി ജീവിക്കില്ലെന്നാണോ? ഒരുപാട് നാൾ ജീവിക്കില്ലെന്നാ പറഞ്ഞത്. അപ്പോ ഞാനൊന്നും ചെയ്യാതെ തന്നെ ചേച്ചി മേലോട്ട് പോകുമെന്ന് തോന്നുന്നു. ഇല്ല ഡോക്ടർ, എന്റെ ചേച്ചി ഒരുപാട് കാലം ജീവിക്കണം. 100 വയസ്സ് വരെ അവര് ജീവിക്കണം.
കിഡ്നി ഡോണറെ ഞാൻ അന്വേഷിക്കാം. ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കൂ. ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അന്വേഷിക്കാം. കുറച്ച് കൂടുതൽ എമൗണ്ട് കൊടുത്താൽ ഡോണറെ കിട്ടാൻ എളുപ്പമാണ്. ശരി ഡോക്ടർ, കോടി രൂപ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. കിഡ്നി ഡോണറെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഡോക്ടർ പൊയ്ക്കോളൂ. കോടി രൂപയോ? ചില്ലിക്കാശ് പോലും ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കില്ല. പത്രത്തിൽ പോലും പരസ്യം കൊടുക്കില്ല. ചേച്ചി ഈ ആശുപത്രി കിടന്നു തന്നെ ചാവണം. ഏത് ദൈവം ഒന്ന് രക്ഷിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. ഹലോ, ഞാനാണ് അബി. എൻ്റെ ഏട്ടനും ഏട്ടത്തെയും അഖിലും കാർത്തികയും ഇവരെവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഓ, അങ്ങനെയാണോ? ഓക്കെ സാർ, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണേ. താങ്ക് യു. ഏട്ടനെക്കുറിച്ചും ഏട്ടത്തെക്കുറിച്ചും ആർക്കും ഒരു വിവരമില്ലെന്നാണല്ലോ പറയുന്നത്. എവിടെയായിരിക്കും അവർ പോയിരിക്കുന്നത്? ഏട്ടാ, വസുന്ധര, എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഇന്നലെ സംഭവിച്ചത് ഈശ്വരന്റെ കരുണ കൊണ്ട് ഇന്നലെ ഒരു ആപത്ത് സംഭവിക്കാതെ രക്ഷപ്പെട്ടു. അവരെ രക്ഷിക്കാൻ വേണ്ടിയാ തന്നെ ഈശ്വരൻ അങ്ങോട്ടേക്ക് അയച്ചതെന്ന് തോന്നുന്നു. ദൈവങ്ങൾ ഒരിക്കലും നേരിട്ടൊന്നും ഇതൊന്നും ചെയ്യില്ലല്ലോ. മനുഷ്യരെ കൊണ്ടല്ലേ എല്ലാം ചെയ്യിപ്പിക്കുന്നേ. ഏട്ടൻ എന്താ രാവിലെ മുതൽ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ? ഏട്ടൻ, ഏട്ടത്തി, അഖിൽ, കാർത്തിക ഇവരൊക്കെ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. ഫ്രണ്ട്സിനെയും എനിക്കറിയാവുന്നവരെല്ലാം ഞാൻ വിളിച്ച് അന്വേഷിച്ചു വസുന്ധര. ആരെങ്കിലും അവരെ കാണുവാണെങ്കിൽ എന്നെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയച്ഛനും നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ നമ്മൾ 3 പേര് അവരുടെ കൺമുമ്പിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയായി ശ്രമങ്ങളൊക്കെ. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 3 പേരും പിരിഞ്ഞെന്നും ഈ കുടുംബം വേർപിരിഞ്ഞു എന്ന കാര്യം അവരറിഞ്ഞ അമ്മയ്ക്കും അച്ഛനും അത് താങ്ങാനാവില്ല. നമസ്കാരം അഭിറാം. അല്ല, എന്താ സാർ വീണ്ടും വന്നത്? നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങളുടെ കാശി ഒതുക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? ഇന്ന് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു. നിങ്ങളുടെ ചേട്ടനും അനിയനും നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയെന്ന്. ഇല്ലല്ലോ, അവര് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്തിനാ മോളിങ്ങനെ കള്ളം പറയുന്നേ? ആ വീട് സഹോദരങ്ങൾ 3 പേരുടെയും പേരിലാണെന്ന് ഞങ്ങൾക്കറിയാം. അവര് 2 പേരും ഇല്ലാതെ നിങ്ങൾ മാത്രം സംസാരിച്ച് വീട് വിൽക്കുന്ന കാര്യം ഒരിക്കലും നടക്കില്ല.
കടത്തിനും എൻ്റെ സഹോദരങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നും മുഴുവൻ ഉത്തരവാദിത്വം എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും പണം അടച്ചു തീർക്കും? എങ്ങനെയെങ്കിലും ഞാൻ തീർത്തോളാം. ഞങ്ങളോട് ക്ഷമിക്കണം അഭിരാം. ഞങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ കാശ് വേണം. അല്ല, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കടം തന്നവര് കുറച്ചെങ്കിലും ഒന്ന് ക്ഷമിക്കണ്ടേ? ഇങ്ങനെ വിശ്വസിക്കാതിരുന്ന ഞങ്ങൾക്കും ഒരു പേടി ഉണ്ടാവില്ലേ? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയണ്ട. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ പണവും അടയ്ക്കണം. അയ്യോ, തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടി വരും. നിങ്ങളുടെ വീട് ലേലത്തിൽ പോകും. എന്താ ഏട്ടാ ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നേ? ഏട്ടന്റെ മേലെ അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ കാശ് തന്നത്. ഇപ്പൊ വന്ന് വിശ്വാസം ഇല്ലെന്നൊക്കെ പറഞ്ഞ എന്ത് മനുഷ്യരെവരൊക്കെ? മനുഷ്യരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വസുന്ധര. എന്തൊക്കെയാണെങ്കിലും കൃത്യസമയത്തിന് നമുക്ക് പണം നിന്ന് സഹായിച്ചവരാ. അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. 2 ദിവസം കൊണ്ട് 20 ലക്ഷം എങ്ങനെ അടച്ചു തീർക്കുക? എങ്ങനെയെങ്കിലും അടച്ചേ പറ്റൂ. വീട് നമ്മുടെ കൈവിട്ട് പോകാതെ തടയണം. ഈശ്വര, ഇതെന്തു പരീക്ഷണോ? 2 ദിവസം കൊണ്ട് 20 ലക്ഷം രൂപ എങ്ങനെ സമ്പാദിക്കാനോ? ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കോ? ഈശ്വരൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം. ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തോ അപകടം വരാൻ പോകുന്നതിന്റെ സൂചനയായത്. ആർക്കും ഒരു ആപത്തും വരാതെ നോക്കിക്കൊള്ളണേ ഈശ്വര.
ഡോക്ടർ നീരജാണ് സംസാരിക്കുന്നത്. അതെ, നിങ്ങൾ ആരാണ്? അർജന്റായിട്ട് ഒരു കിഡ്നി വേണമെന്ന് പരസ്യം കൊടുത്തിരുന്നില്ലേ? അത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് മാഡം. കിഡ്നി നൽകാൻ ആരെങ്കിലും ഉണ്ടോ? അതെ ഉണ്ട്. പ്ലീസ് എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ. ഉടൻ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ഇഫ് യു ഡോണ്ട് മൈൻഡ് നാളെ വന്നാൽ മതിയാവുമോ? നാളെയോ? പ്ലീസ് ഡോക്ടർ, കിഡ്നി ഡോണറിന് പണത്തിന് കുറച്ച് അത്യാവശ്യമുണ്ട്. നാളെ ഞാൻ തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടുവരാം. നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്. ഓക്കെ, നാളെ തീർച്ചയായും കൂട്ടിക്കൊണ്ടുവരണം. ഷുവർ ഡോക്ടർ. അത് പണം ഉടനെ കിട്ടുമല്ലോ അല്ലേ? നാളെ തന്നെ തരും. ഓക്കെ ഡോക്ടർ.